അതൊന്നും അങ്ങനെയല്ല, ഞങ്ങളൊക്കെ റിഗ്മമേറ്റ്സാ. ഇയൊക്കെ എന്നാടാ മെയിലായത്? ഇങ്ങനെ ഓൾഡ് കാലുമ്പോ തൂങ്ങി നടക്കുക. ഒരാവശ്യം വരുമ്പോ നമ്മളെ കാണണം. അയ്യോ, എന്താ ചെയ്യാ? ഇതിലെന്തെങ്കിലും കാട്ടിയേ പറ്റുള്ളൂ. അല്ലേലും ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകും. ഓളെ വീട്ടിൽ പോയി ചോദിക്കണം, അത്ര തന്നെ. അത് വേണോ? ഇവന്റെ അച്ഛനും അമ്മയ്ക്കില്ലാതെ സുഷ്കാന്തി നിനക്ക് എന്തിനാണ്? മോനെ നിതിനെ, ഇവിടെ മനസ്സിലായി നിന്റെയൊക്കെ നിലവാരം എത്ര ഉണ്ട് എന്നുള്ളത്. എടോ, ഇവിടെ കോടതി പോലീസ് എന്നൊക്കെ പറയണുണ്ട്. ഞങ്ങളിത് നടത്തും. ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്, ഒളിച്ചോട്ടം. 24 മണിക്കൂറും ഒരാളെ നോക്കി നിൽക്കൊന്നുമില്ലല്ലോ. നാളെ ഷാർപ്പ് 2 മണി ഞാൻ ഓളെ വീടിന് താഴെ പോയിക്കാം. ഓളെ ഇറങ്ങി വന്നോളൂ, അതാണ് പ്ലാൻ. നമ്മള് പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ രണ്ടുപേരും വരുന്നു, നമ്മൾ തൂക്കുന്നു, പോകുന്നു. നാളെ 3 നല്ല ഇടയ്ക്ക് ഓളെ മലപ്പുറം ബോർഡർ ഞാൻ നടത്തിയിരിക്കും. ഈ ആളാണോ നമുക്ക് ആരും വിളിച്ചുകൊടുന്നത് കാണാൻ? എവിടെ ചങ്ങായിങ്ങള്? എടാ, ഞങ്ങളാ രഞ്ജുവിനെ വെയിറ്റ് ചെയ്ത് നിക്കണേ. ഓൻ ഇപ്പൊ വരുന്ന വിചാരിച്ചു. ഓൻ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണില്ല. അപ്പൊ എത്തും. ഓവർ. എടാ, ആ രഞ്ജു സ്ഥിരം പരിപാടി എടുത്തുന്ന തോന്നേ. ഓൻ ചാമ്പി. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ ഒന്നും ചെയ്യാല്ല. ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ, ഫോൺ എടുക്കടാ, ഫോൺ എടുക്ക്, ഫോൺ എടുക്കടാ. പ്ലാനൊക്കെ പാടാണല്ലോ തേങ്ങ. അപ്പൊ ആ മാധവന്റെ കാര്യം എന്താ ചെയ്യാ? ഈ നായ്ക്ക് ഈ ടൈമിൽ തന്നെ എങ്ങനെ കാണിക്കണം? എന്തായാലും ഇറങ്ങി. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. ആ നിതിന് നമ്മളെ അമ്പി ഇറങ്ങിനെ അവനെ മുമ്പിക്കാറ്റൂല. ആ കാണാം, പോവാ. എവിടെ നട ചങ്ങായി? മഴ പെട്ടെന്ന് കയറിയാ അല്ല, രഞ്ജുടെ രഞ്ജു സക്സസ്ഫുള്ളി. ഈ സമയത്തൊന്നും തന്നില്ലേ വാങ്ങിച്ചോ? ഓനെ തൂക്കാനല്ലോ പോണേ. എന്റെ പെണ്ണിനെ വരേക്ക് എടുക്കുന്ന കാര്യം നോക്കാം. എന്താടാ കറുത്ത പൂച്ചാടി? അതിന് അത് മറ്റേ അവശകുനി ഏറ്റാണടാ. എടാ, എന്നാ ഈ ഒരു വെളുത്ത പൂച്ചനെ എടുത്ത് അപ്പുറത്തേക്ക് ചാടിക്കും. ഒന്ന് വിടറാ. കടന്ന് കൊണക്കാതെ വണ്ടി എടുക്കണ. ഓന്റെ ഓരോ പൂച്ച കേസ്. എന്താടാ വണ്ടി എടുത്ത് കുറച്ചുകൂടി മുന്നിക്ക് എടുക്ക്. എടാ പൊട്ട, നമ്മള് വണ്ടി നേരെ ഒരു ഉമ്മർത്ത് കൊണ്ടുപോയി നിർത്താൻ പറ്റൂല. കുറച്ച് ദൂരം നിർത്തിയിട്ട് പിന്നെ കുറച്ച് ദൂരം നമ്മൾ ഉണ്ടണം. അപ്പഴേ ഈ വീട്ടുകാരൊന്നും സൗണ്ട് കേൾക്കാതിരിക്കൂ. അതെന്താ എനിക്ക് മുൻപരിചയം ഉണ്ടോ? എടാ, ഇജി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? പിന്നെ കുറെ പേര് പറയണ കേട്ടിട്ടുണ്ട്. പടം വേറെ, ലൈഫ് വേറെ. രണ്ട് ലൈഫ് എന്നല്ലേ വരുന്നേ. എന്തുണ്ട് ഇറങ്ങി എന്ത് തള്ളു. ഇതെന്ത് വണ്ടിയത്? നീങ്ങണില്ലല്ലോ. ന്യൂട്രിട്ടെ ഇനിയൊന്നും ഇന്ത്യ. കണക്ക് പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിൽ എന്താ ജോലി പകരം പോവോ? ഡാഡി ജയ് പോയിട്ട് വേണം തൂക്കുക. പെട്ടെന്ന് നോക്കിട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സേഫായി വാ. എന്താ പിന്നെ ഇവിടെ എവിടെയെങ്കിലും മറ്റേ മാധവല്ലേ, നമ്മുടെ മാധവൻ കണ്ടൊന്ന് നോട്ട് ചെയ്തേ. ഇല്ല, ചാൻസ് ഇല്ല. ഓൻ അതിനുള്ള വണ്ടിക്ക് ഉറപ്പൊന്നും ഇല്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് ഒരു കണ്ണ് വെച്ചേക്കെ എല്ലാ സൈഡും. പോയി വാ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവണേ. അവിടെ ഉണ്ടാവും. മൂഞ്ചിക്കല്ലേ? ഒന്ന് പോടേ. രഞ്ജുവിന്റെ വാപ്പയല്ലേ എന്റെ വാപ്പ. പിന്നെ നക്കും. എടാ, എന്താ ഇവിടെ കണ്ടുപോയി. കണ്ട പറയാ കമ്മിറ്റഡാണ്. പക്ഷെ കമ്മിറ്റഡാണ്. ഞാനൊക്കെ ഇതിന് യോഗമുള്ളൂ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾക്കൊന്ന് പെണ്ണിട്ടാ. അപ്പൊ നീയോ?
ചെങ്ങ എത്രാമത്തെ വട്ടം എന്നോടൊക്കെ പറയണേ എനിക്ക് ശാനുണ്ട് എന്റെ ശാനു മിക്കവാറും പോണ്ടിട്ട് എന്തേ ബോസേ ലൈറ്റർ ഉണ്ടോ? ഇല്ല ഇല്ല അത് കുഴപ്പമില്ല പോയിക്കോളൂ. ഞങ്ങളോ അല്ല ബോസ് എവിടുന്ന? ഞാൻ സിനിമയ്ക്ക് വരും. ആരുടെ ഏതാ പടം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഏട്ടന്റെ പറഞ്ഞ ഈ രാത്രി ഷോണ്ട് നാളെ ഒളിച്ചോടിയാൽ ഇവിടെ ഒളിച്ചിടാൻ വന്നതാ. ചെറുതായി ആർക്ക് ഇറക്കോ? ഒന്നല്ല അവിടെ ഒരു ചെങ്ങായി ഉണ്ടാവാൻ അവനെ വേണ്ടിട്ട്. നിങ്ങൾ പോണ ടെൻഷൻ പിന്നെന്താ വാ കാറിൽ അല്ലെങ്കിലേ കൊറേ സ്ഥലമുണ്ട്, ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു, അത് ശരിക്കും മോചിച്ചാ. ഇനിയിപ്പൊ നിങ്ങള് വന്നോ ഓക്കേയില്ലേ? സെറ്റ് എല്ലാ നാട്ടിലുണ്ടല്ലേ, നമ്മളെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ എപ്പോഴും മോചിച്ചു. എന്താ ചെയ്യും ഒഴിവാക്കണേ. മാധവ എന്താ ഇവിടെ? വാട്ട് എ സഡൻ സർപ്രൈസ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ? ഒളിച്ചോട്ടം എന്നൊക്കെ വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം മിസ്റ്റർ നിതിൻ. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ത്രില്ലങ്ങ് ആവാം അല്ലേ? രണ്ടുപേര് ഒളിച്ചു എന്നിട്ട് പറ, ഫുഡിച്ചോ? കഴിച്ചില്ലേ? എന്നിട്ട് ഒരു മിനിറ്റ്, ഞാനിപ്പോ വിളിക്കാം. ഹലോ, ആടാ പുറത്തേക്ക് ഇറങ്ങും. എന്തോ ആൾക്കാർ സംസാരിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് വാ. ഞാൻ നിങ്ങളെവിടെ കണ്ടിട്ടുണ്ട്. അതല്ല ഗേൾസ് കോളേജിന്റെ മുമ്പിലൊക്കെ പോയി. അത് ഞങ്ങൾ പണ്ട് ഇംഗ്ലീഷ് കോളേജിന്റെ മുമ്പിൽ പോയിട്ടുണ്ടോ? പോവാൻ പറ്റൂലടാ, കുട്ടി ചീത്തറേ. എന്തേ ഞങ്ങൾക്ക് കിട്ടിണ്ട് കിട്ടിണ്ട്. എന്താ എന്റെ പേര് ഞാനും അവളെന്താ ചെയ്യണപ്പോ? പറഞ്ഞോ എന്റെ വാക്കിയും വെച്ചിട്ടുണ്ട്. എല്ലാ സിംഗിൾസിനും പറ്റൂലേ? ചോദിച്ചാലേ നിങ്ങളെന്താ ഇവിടെ ബസ്സുണ്ടോ ഈ സമയത്തൊക്കെ? നിങ്ങളോട് കൊണ്ടാക്കി തരാമോ? ടയറെന്താ പഞ്ചറായിരുന്നോ? ടയറായി ഊളിലെ വണ്ടി മറ്റേ രണ്ട് വണ്ടിയൊക്കെ ഇലക്ട്രിക് ഇലക്ട്രിക്കും ചാമ്പാണോ? ചാമ്പി ബുള്ളറ്റായിരുന്നു പോയി. ഇപ്പൊ രാവിലെ അച്ഛന്റെ ഡി എടുത്ത് പോണം ഇതാക്കാൻ. പിന്നെ ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലാ. എടാ ഇതൊന്ന് പോയേക്കണം, കാണാനല്ലോ. അർജന്റ് ഉണ്ടോ? അർജന്റ് ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾ ഇപ്പൊ ആക്കി തരാം അല്ലേ? കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാം. ഒരു പ്രശ്നം. എന്നാ ശരി. ലൈറ്റ് അല്ലേ കത്തിയേ? പോയി നോക്കാം. എനിക്ക് പേടി, ഈ പോയി നോക്ക്. പിന്നെ വണ്ടിയായിട്ട് വാപ്പെടുക്കോ? ഞാൻ പോയേക്കാ. വേണ്ട വേണ്ട വേണ്ട, ഒരുമിച്ച് പോയേക്കാം. അല്ല ബോസ്, അപ്പൊ ഞാന് കൊണ്ടില്ല ഹെഡ്ഷോട്ട്. ആൾക്കാരും കേട്ടാ
അതിനിപ്പോ എന്താ കൊല്ലണ്ട നോക്കിക്കാതെ ഓടണം. മാമന്റെ വണ്ടി എടുത്തിട്ട് വാ. Oh, you think you can catch me? You can't reach me. മിസ്സായി. ഫുൾ ഇരുട്ടാണ്, കാണാനില്ല. എവിടെ പോയി കിടക്കണോ? എടാ ഒരു പിന്നാലെന്താ തോന്നാ. അവരാരംഭത്തിലെ അവമാനിക്കപ്പെട്ടു, തീർന്നു തോന്നേ. ആ പോ. എടാ അത് വെല്ലിസിന്റെ ആറാണത്. എടാ ഇവിടെ കൊണ്ട് വല്ല ആവോ? എടാ എന്റെ പെൺഡ്രൈവോ? എടാ നോക്കടാ, അതില് മാസ്റ്റർ 20 GB വെർഷൻ ഉണ്ട്. അതിന് നോക്ക്. ഇവിടെ വണ്ടി എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാൻ നോക്കുമ്പോ എടാ ഒന്ന് നോക്കടാ, എന്റെ അടുത്തുണ്ടോ? എന്റെ കാലിന്റെ ഇടയിൽ വന്ന് തപ്പ് തപ്പ്. ആ ഇപ്പൊ തക്കാ. വണ്ടി 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 വണ്ടി. എടി ഇതാണ് ഈ പറഞ്ഞ ജിമ്മന്മാരെ കസിൻസ്. ഒരു ജിമ്മിലൊക്കെ പോലുണ്ടേ. ജിമ്മ് പോണവരൊക്കെ ജിമ്മന്മാരാവോ? അല്ലേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ. ഈ പെൺഡ്രൈവ് കിട്ടില്ല, മാസ്റ്റർ കിട്ടില്ല, അതിന്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ. തക്കുടു ഞാൻ എല്ലാരെയും വിട്ടിട്ടാണ് നിക്കണ. ഇങ്ങനെ മര്യാദക്ക് നോക്കൂലേ? അതെന്താണ് ഒരു ഡൗട്ട്? ഞാനില്ല എന്റെ കൂടെ. എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതിനെന്ത് ഞാനുണ്ടാക്കി തരൂല എന്റെ പൊന്നിനെ. അപ്പൊ എനിക്ക് പ്രായമായി, മുടിയൊക്കെ നരച്ച് മുടിയൊന്നും ഇല്ല, പല്ലൊക്കെ കൊഞ്ഞു പോയി. അപ്പൊ എനിക്ക് ഇഷ്ടാവും. ഞാൻ എന്തായാലും എന്റെ കൂടെ ഉണ്ട്, പോരെ? പ്രോമിസ് ഒന്നും മാത്രം പ്രോമിസ്. ശരിക്കും തൊള്ള കൂട്ടിരുന്ന 2 രൂപ കൂടെ അവർക്ക് എടുത്താ എറിഞ്ഞു കൊടുക്കും. മനുഷ്യവിടെ ജീവിക്കൂലെന്ന് അറിയില്ല, അതിന്റെ ലൈഫ് പ്ലാനിങ്. Sending your sentence to sediment, settling delicate deficits. Metal to metal, I meddle with elements, never repetitive. Level incredible, devilish, elegance, echo irrelevant. Drip, tripping in triple time, triple, I tackle with tempo flow, so essential, I stencil the mental, crescendo, so you stuck in the stencil, a rental, a tempo that never gets done, though I've been in the demo, you barely be done with the intro. Zipping the second, I'm splitting the segment, I sever the section, you checking reflection, I'm wrecking perception, I step out detection, collecting the kinetic, I'm in the letter, develop a weapon, the presence, progression, aggressive, reflection, reflection, direction, flip, 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 every syllable, spiritual, miracle, lyrical, spherical. Embryo, serial killer, a typical, cynical, minimal miracles. You in a miracle, waiting, I'm making it, breaking, I'm looking for visual. പോയി. എടാ വേടുത്തോ വേടുത്തോ. മതി മതി, അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അതിന്റെ പത്രം ഉണ്ടാക്കണ്ട. ഇനി വരുമ്പോഴേക്കൊന്ന് പോവാൻ നോക്ക് വേഗം. അവന്മാരല്ല, അവന്മാരുടെ അച്ഛനപ്പൂപ്പന്മാര് വന്നാലും ഉച്ച കിട്ടില്ല. അവര് കിട്ടിയില്ല മിസ്റ്റർ? കിട്ടിയല്ലോ. ചേട്ടാ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞേ. അവിടെ ഒരുത്തനെ കിട്ടില്ല. ചേട്ടാ എനിക്ക് ആളും മാറിയത്. ചേട്ടൻ എന്നത് പറയുമ്പോ ഞാനും ഒരു ശത്രുവാണ്. മനുഷ്യ ഇവിടെ ഖത്തർനാക്കിലാടി കളിച്ച് ഇവിടെ എത്തിച്ചപ്പോ എന്താ ബിരിയാണി വാങ്ങിത്തരാ. ഹലോ. സോറി ഞാൻ ഉറങ്ങിപ്പോയടാ. പിന്നെ ഫോൺ സൈലന്റ് ആയിരുന്നു, അറിഞ്ഞില്ലടാ. സോറി. എന്താ ഈ കാര്യങ്ങൾ? ഒന്നുമില്ലടാ, എല്ലാം നല്ല സേഫ് ആൻഡ് സൗണ്ട് ആയി നടന്നുണ്ട്. അല്ല മോനിപ്പോ എവിടെ? ഞാനൊരു
ആണല്ലേ, ഒരു കാര്യം ചെയ്യാ, ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, ലൊക്കേഷൻ അയച്ചരാ. മോന് വരാൻ പറ്റുമോ? അതൊന്നും കുഴപ്പമില്ല, ഈ നമ്മുടെ ചെക്കനല്ലേ. ഞങ്ങളിവിടെ ഉണ്ട്. എടാ കട്ടാക്കിയോ ഈ എല്ലാത്തിനും അതിൻ്റെതായ സമയം. ഇന്ന് പുലർച്ചെയാണ് വലിയ വീട്ടിൽ രാജീവിന്റെ മകളെ യുവാക്കൾ തട്ടിക്കൊണ്ടുപോയത്. വീട്ടുകാരെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു. മഞ്ചേരി സ്വദേശികളായ നിതിൻ, ഇർവിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. നിങ്ങളിനി നാട്ടിൽ പോണ്ട. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത മുഖ്യപ്രതി ആഷിഖാണ് ഈ സംഭവത്തിലെ ഒന്നാം പ്രതി. അയാൾ പല റാക്കറ്റിലെ അംഗമാണ് എന്നും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ആഷിഖ സംഘത്തലവനാ? നീ വെറും ആഷിഖല്ല, ബോംബെ ആഷിഖ്. ബോംബെ ബോംബെ. എടാ ഞാനല്ലോ ഓനല്ലേ പെണ്ണിനെ കടത്തി, ഞാൻ ഇങ്ങനെ സംഘത്തലവനായേ? ഒടച്ചോനെ ബാപ്പ ഇറങ്ങിയ ഫണ്ടിങ് നിക്കല്ല. പിന്നെ ബോംബെ ആഷിഖേ, ബോംബെ ആഷിഖേ. എന്താടാ ഇത് നോക്ക്, 40 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പിന്നെ ആകെ 30 വ്യൂസും. അതിന് പകുതി ഇവർ തന്നെയാവും. വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. കുഴപ്പമുണ്ടാവില്ലല്ലേ? ഉണ്ടാവില്ലടാ, എന്ത് കുഴപ്പം. ഷാനു ഇറങ്ങിയാലോ? എടാ രഞ്ജു വന്നോടാ. സ്മൂത്ത് ആയിട്ട് നടന്നില്ലേ? ഇനി സീനൊന്നും ഇല്ലല്ലോ. ദീർഘസുമംഗലി. മതി, കിട്ടാനുള്ളതൊക്കെ കിട്ടി. താങ്ക്സ്. മതിയായിട്ടൊന്നുമില്ല, ഞങ്ങള് കൊഴിഞ്ഞോണ്ടാ. ഇനി ബാക്കി പിന്നെ EMI ആയിട്ട് തരാം. ഇവനെ നമ്മുടെ നടു തന്നെ ഇരുത്തണ്ടേ? ഇതിനെ ബാക്കിലല്ല, ഫ്രണ്ടില്. എടാ പിന്നെ ഓനെ നടുവിൽ അത് പിന്നെ പറയാണ്ടോ? ഇല്ല, പാർട്ടി പാർട്ടായിട്ട് ഇങ്ങനെ വരും. ഇതൊരു ബ്രേക്ക്. ചേട്ടാ പഴംപൊരി ഇല്ലേ? क्या चाहिए तुझे? ദുനിയാ. ഈ ചായ ചില്ലാസിൽ വെച്ചെടുക്കണ ഭയങ്കര ബോർ പരിപാടിയല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ചായ ചട്ടിക്കകത്ത് ഒഴിക്കുക, എന്നിട്ട് അത് പിഴിഞ്ഞു കുടിക്കുക. അപ്പൊ വെറൈറ്റി ഉണ്ടാവും, വേറെ ടേസ്റ്റ് ഉണ്ടാവും. അത് ചായയും കടിയൊന്നും വേണ്ടി. ഓനെ കണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. അതെന്തായാലും ഉണ്ടാവൂലോ. ശരിയാണ്, ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ. ആ പിന്നെ ഞങ്ങൾ തരുന്നത് അവനെ മാത്രമല്ല, അവന് കിട്ടാനുള്ള അടീൻ്റെ ലിസ്റ്റ്, അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, ബാധ്യതകളുടെ ലിസ്റ്റ്, പിന്നെന്തേനു കടം, പ്രാരാബ്ദം, കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ചൊവ്വദോഷം മറക്കരുത്. അതേപോലെ തന്നെ നല്ലൊരു ഹെൽത്ത് കമ്പനിയിൽ നിന്ന് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും എടുത്താൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ കുറേ പോവും. പക്ഷെ പാവാ, അതൊക്കെ അറിയാം. കുറച്ച് മണ്ടന. റിംഗ്ടോൺ മാറ്റാൻ സമയം. ഹലോ അമ്മേ, നിങ്ങൾ എവിടെയാ? നമ്മളീ ഭൂമിയിലൊക്കെ തന്നെ ഉണ്ട്. എവിടെയാ ചോദിച്ചാ എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ അടുത്തൊരു ചായക്കട ഉണ്ട്, ചായ കുടിക്കാൻ നിർത്തിയ. നമ്മുടെ നാട്ടിലെ ഗ്രൂപ്പിലൊക്കെ വരുന്നേ, വല്ല പ്രശ്നമുണ്ടോ? ഇല്ല അമ്മേ, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ സേഫാ. അത് മതി. നിതിനോ? നിതിനെ ആരോ വിളിച്ചോണ്ടിരിക്കുക, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിട്ട് നടക്കും. കേട്ടോ. പിന്നെ ഈ റാക്കറ്റിലെ ഹെഡിനൊക്കെ സാലറി എത്ര കിട്ടുക? അമ്മേ നിങ്ങളും
ഞാൻ എന്തായാലും എന്റെ ഉമ്മാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നന്നായി, ഉമ്മ ടെൻഷനായിരുന്നു. താങ്ക്സ്. എന്നാ ശരി ഉമ്മ. അമ്മ ഉമ്മാനോട് പറഞ്ഞാ മതി. ഓക്കെ. കോള് കട്ട് ചെയ്തു. യെസ് യെസ്, അവന്റെ മാത്രല്ല ഇനി നിന്റെ. ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഒളിച്ചോട്ടാവുമ്പോ ആരായാലും വിളിക്കുമല്ലോ. പിന്നെ ഏതോ ഗ്രൂപ്പിൽ വന്നെന്നോ എന്നൊക്കെ കേട്ടു. പിന്നെ ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. പിന്നെ അമ്മ അറിയാതെ അവിടെ നമ്മള് കള്ളത്തരം കാട്ടൂല, എല്ലാം കറക്റ്റായി പറഞ്ഞു. എടാ ഇർവിനോടെ ഒറ്റയാൻ വീണ്ടും കാട് കയറി എന്ന് പറയുന്നത്. എടാ ഈ എവിടെയിരുന്നു? എടാ നാട്ടില് കുറച്ച് പ്രശ്നമായിട്ടുണ്ട്, കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും മാറി നിക്കണം. ഗോവയ്ക്ക് പോവാം. പോയിന്റ്. ഗോവ നല്ല ഡെസ്റ്റിനേഷൻ. ഗോവയ്ക്കോ? പിന്നെ അനക്ക് ഓളെ കിട്ടി സെറ്റായി. എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇപ്പൊ നല്ല ബീച്ച്, ബിക്കിനി എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നാ ഗോവയ്ക്ക് പോവാ. അല്ല അപ്പൊ ഞാനോ? അന്നെ ഞങ്ങള് അന്നെ വീട്ടിൽ തട്ടും. പോയില്ല എന്നാ ഇപ്പൊ തന്നെ വിടാ. വണ്ടിയിൽ പെട്രോൾ ഉണ്ടാവോ? ബേ ഇനി ഞാൻ അറ്റത്തിട്ടോ. അവനെ കണ്ടില്ലേ? പെണ്ണുണ്ട്, വണ്ടിയുണ്ട്. അമ്മക്ക് എന്താ ഉള്ളേ? എന്ത് പേര് ദോഷം? വാ, ഇങ്ങനെ പോയ പേരുദേശം കൊണ്ടൊരു മരണച്ചാട്ട് പോകേണ്ടി വരും. ഈ കാറ് മാറ്റി ഒരു ഇന്നോവ ഇറക്കണം. ഗോവ അല്ലേ നമുക്ക് ബനാറസ് ആലോചിക്കാം. എടാ നിങ്ങളൊക്കെ പാൻ ഇന്ത്യൻ ആക്കുവോ? കുറച്ച് ബഡ്ജറ്റ് കൂട്ടാ മോനെ. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ? നമ്മുടെ ഇൻഡസ്ട്രി വളരണ്ടേ മോനെ? അച്ഛന് ഇനി കുറച്ച് അധികം പണിയെടുക്കേണ്ടി വരും. കാരണം വീട്ടിലൊരു പുതിയ അതിഥി കൂടി വന്നിട്ടുണ്ട്, ഒരു മരുമോൾ. അത് വേണ്ട, ഞാൻ അടുത്ത ആഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛാ ഞാനിരിക്കും, ഈ പണിക്ക് പോകും. അച്ഛാ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വൺ മാൻസ് റെവല്യൂഷൻ ഈസ് അനദർ മാൻസ് ടെററിസം. സോ നമ്മൾ ഒറ്റയ്ക്ക് പോരാടണം. നമുക്കെതിരെയാവും പലതും, പക്ഷെ നമ്മൾ തളരരുത്. ഓക്കെ? കുരിപ്പ് കഴിയിട്ട് പോയി. ഞാനിവിടെ സിംഗിളായി നടക്കുമ്പോ നിനക്ക് അച്ചു മിച്ചു ലച്ചു ഇല്ലടാ. എന്റെ ജീവിതമൊക്കെ ഇതോടെ തീരയുടെ പൊട്ടാ. സാർ നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന 2 യുവ മിഥുനങ്ങളുടെ കഥാവശേഷം പറയാനാണ്. ഒരു ഒളിച്ചോട്ടത്തിന് ശേഷമാണ് രണ്ടുപേരും നിൽക്കുന്നത്, കണ്ടാൽ തോന്നില്ലെങ്കിലും. സാർ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നാട്ടിൽ ഏതൊക്കെ ചാനലിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ 4-5 പേരെ അതിൽ കണ്ടിട്ടുള്ളൂ. നമുക്കിട്ടാണല്ലോ. മാഡം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? എടാ മോനെ, ആ എങ്കിൾ വേണ്ട. ഞാനും ഇവനും മാത്രമുള്ള കാരണം കൊണ്ട് ഇവന്റെ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക്. അങ്ങനെയല്ല മാഡം, നമുക്ക് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും മതി. ക്യാമറയും പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്റെ കണ്ണും ക്യാമറ ഞാൻ ഒന്നാക്കും. സാർ ഞങ്ങള് നിങ്ങളെ ഫേമസ് ആക്കാനാണ്. ഇതൊരു പൊതുകാരുണ്യ പ്രവൃത്തി. ഞങ്ങളത് എന്താണ്